പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ മറക്കാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരിക, പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിതാ കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് തോലൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളാക്കി എടുക്കാം. നമുക്ക് കേടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതാക്കരുത്, വെന്തുടഞ്ഞ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, വെന്തുടഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ എല്ലാം ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു പാത്രത്തിൽ നികക്കെ വെള്ളമൊഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിള വരട്ടെ. അപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും മധുരക്കിഴങ്ങ്. ഇപ്പോൾ കിഴങ്ങ് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി ഊറ്റിയെടുക്കാം. അപ്പോൾ ഷുഗർ രോഗമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണ് മധുരക്കിഴങ്ങ്. ഷുഗർ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് ഒരു നേരത്തെ ആഹാരമായിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതാ മധുരക്കിഴങ്ങ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരല്പം മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രയാസമൊക്കെ ഉണ്ടാവുന്നവർക്ക് ഇങ്ങനെ ഇഞ്ചിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ആ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്കിത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ഥിരം നമ്മളിത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിക്കുവാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കുവാണെങ്കിൽ തന്നെ ഷുഗറിന് നല്ല ഒരിത് കുറവൊക്കെ വരും കേട്ടോ. ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ അങ്ങ് എടുക്കുക. ഇപ്പോൾ ഞാനിത് അതിലേക്ക് ഒരു സവാള, വലിയൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കൊത്തി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒരു 2-3 പച്ചമുളക്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ആ പച്ചമുളകും കൂടെ ഇട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം നമുക്ക് ഈ സവാളയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പ് കൂടി പോകരുത്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമുക്കൊരു 3/4 ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല. ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയുടെ എല്ലാം പച്ചമണം നല്ലപോലെ മാറിക്കിട്ടണം. അതെല്ലാം മാറി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ ഒന്ന് ഉടഞ്ഞൊക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ഈ സവാളയും നമ്മൾ ചേർത്ത ഈ അരപ്പിൻ്റെ എല്ലാം ഇത് കിട്ടണം. ഇപ്പോൾ നമ്മൾ അതുപോലെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ചെറിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കണം. പച്ച തേങ്ങ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ തേങ്ങ ചേർക്കുന്നുണ്ട്. കുറച്ച് കൊത്തിയരിഞ്ഞ സവാള ചേർത്താൽ മതി. ഇതൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ. പിന്നെ ഇനി കുറച്ച് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കുക. പക്ഷേ അത് ചേർത്ത് ചെയ്യുമ്പോഴാണ് നല്ല കിടിലൻ ടേസ്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ലാസ്റ്റാണ് ചേർത്ത് കേട്ടോ. പറഞ്ഞ് പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ തേങ്ങയും ഈ ചെറിയ പീസ് സവാള പച്ചക്കിട്ടതും ഒക്കെ കടിക്കാനൊക്കെ കിട്ടും. നല്ല ഒരു ഫ്ലേവറാണ്. ഒരു ഗ്ലാസ് കട്ടൻ്റെ കൂടെ ഒക്കെ കഴിച്ചാൽ മധുരം ഇട്ടൊന്ന് നിങ്ങളിങ്ങനെ അസുഖമുള്ളവർ ചായ കുടിക്കേണ്ട ഒരു കട്ടൻ്റെ കൂടെ ഇതൊക്കെ ഒന്ന് കഴിച്ചാൽ ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വൈകിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ നല്ലപോലെ ഇനി മിക്സാക്കി എടുക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും മതിയാവും. അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഞങ്ങളിത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടനോ കാപ്പിയോ അല്ലെങ്കിൽ ചായ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടണം എന്നുള്ള ഒരു ഉത്സാഹം ഉണ്ടാകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിന് സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.